everyone, welcome back to Story World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 3 ആണ്. ഡേ 3 സ്റ്റോറിയാണ്. സോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ ഞാൻ അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഞാൻ ഈ 1 വീക്കായിട്ട് പണ്ടത്തെ കാലത്ത് നടന്ന ഗോസ്റ്റ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഷെയർ ചെയ്തിട്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 2 സ്റ്റോറീസ് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇടാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്ലസ് ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ അത്രയും നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇടണം, പ്ലസ് എന്താണ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അങ്ങനെയാണ്. എനിവേസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഇന്ന് എന്തായാലും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ഒരു വില്ലേജില് നാരായണി എന്ന് പറയുന്ന ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയ്ക്ക് ഒരു കഴിവുണ്ട്. ആ അമ്മൂമ്മയ്ക്ക് എല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റും, എല്ലാം പ്രവചിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ കോവിലകത്ത് അവരുടെ എല്ലാം മെൻറ്ററായിട്ട് തന്നെ ഈ നാരായണി അമ്മൂമ്മ അവിടെയാണ് താമസിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു ദിവസം നാരായണി അമ്മൂമ്മ പ്രവചിക്കുകയായിരുന്നു. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുത്തെ കോവിലകത്തെ തമ്പ്രാന് ഒരു നിധി കിട്ടുമെന്ന് പ്രവചിക്കുകയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതും ഇവരുടെ കുളം ഉണ്ടല്ലോ, ഇവരുടെ അമ്പലക്കുളമുണ്ട്. ആ അമ്പലക്കുളം എന്തായെന്ന് വെച്ചാൽ പെട്ടെന്ന് വറ്റുകയായിരുന്നു. പക്ഷെ വറ്റുന്നതിനെ തുടർന്ന് അത് മുഴുവൻ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് വലിയൊരു ഇതല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു ഓഹരി ഈ നാരായണി അമ്മമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായെന്ന് വെച്ചാൽ അതോടുകൂടി കുറച്ചുകൂടെ വിശ്വാസം ഈ നാരായണ അമ്മൂമ്മയിലോട്ട് ഇവർക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് എന്തായെന്ന് പറഞ്ഞാൽ നാരായണ അമ്മൂമ്മ എന്ത് പറയുമോ അത് തന്നെ ചെയ്യൂ. അതായത് നേരത്തെയൊക്കെ പോലും ആ അമ്മൂമ്മ എന്ന് പറഞ്ഞാലും അത് എന്നവർ ആലോചിച്ച് അങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമ്മൂമ്മ പറയുന്നത് മാത്രമല്ല, ഈ അമ്മൂമ്മ പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അതിനെ അങ്ങനെ തന്നെ ഇവർ വിശ്വസിക്കുമായിരുന്നു. ഇതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ളത്. അങ്ങനെ അവിടെ തന്നെ ജാനകി എന്ന് പറയുന്ന ഒരു കുട്ടി ജോലിക്ക് നിൽക്കുന്നുണ്ട്. ആ കുട്ടി കുറച്ച് താഴ്ന്ന ജാതിയിലുള്ള കുട്ടിയാണെന്ന് പണ്ട് നിങ്ങൾക്കറിയാലോ. പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മേൽജാതി കീഴ്ജാതി അങ്ങനെയൊക്കെ നോക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടി കുറച്ച് ഇതാണ്. പക്ഷേ അവിടുത്തെ തമ്പുരാൻ്റെ മോന് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ആത്മാർത്ഥ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അവളെ കല്യാണം കഴിച്ച് അവളുടെ ഒരു ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ഇഷ്ടമാണ്. പക്ഷെ ജാനകിയാണെങ്കിൽ അതിനൊന്നും വില കൽപ്പിക്കുന്നില്ലായിരുന്നു. ജാനകിക്ക് അറിയാം, ജാനകിക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവളൊന്നും പ്രകടിപ്പിക്കുന്നില്ല, അവൾ അതിലോട്ട് വീഴുന്നില്ല. കാരണം അവൾക്കറിയാം അവരെന്ത് തന്നെ പറഞ്ഞാലും ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. എന്ത് കാരണം വന്നാലും ഇവരുടെ സമ്മതിക്കില്ല. ആ ബോധ്യം അവൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഇതിലൊന്നും വീഴുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം എന്തായെന്ന് പറഞ്ഞാൽ ഈ കോലത്തെ തമ്പ്രാന് സഹി കെട്ടിട്ട് അവളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് എന്നെ പോയി പറയുകയാണ്, നീ ഞാൻ നിന്നെ എന്തായാലും കല്യാണം കഴിക്കാം, എൻ്റെ വീട്ടുകാരെ എതിർത്താൽ ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വരാം, ഒരു പ്രശ്നവുമല്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയാണ്. പക്ഷേ എന്നാലും ജാനകി പറയണം, വേണ്ട തമ്പ്രാൻ, എന്തിനാണ്? കാരണം നമ്മുടെ ഒരു ലൈഫ് ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല, എന്തായാലും വലിയൊരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാണ്. ഈ തമ്പുരാനാണെങ്കിൽ ഭയങ്കര സങ്കടമായതാണ്. പക്ഷെ അയാൾ ആത്മാർത്ഥമായിട്ടാണ് അവളെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കോലോത്തെ തമ്പുരാൻ, അതായത് ഈ തമ്പുരാൻ്റെ അച്ഛൻ വന്ന് പറയാണ്, പ്രവചനം വയ്ക്കാൻ പറയാണ് ഈ നാരായണി അമ്മൂമ്മയോട്. പക്ഷെ എന്തായെന്ന് പറഞ്ഞാൽ ഈ നാരായണി അമ്മൂമ്മ പ്രവചിക്കുകയാണ്, നിങ്ങൾക്ക് ദുർമരണമേ സംഭവിക്കുള്ളൂ, അതും അടുത്ത കാലത്ത് തന്നെ ദുർമരണം സംഭവിക്കും. ആ ദുർമരണം ആര് കാരണമായിരിക്കും എന്ന് വെച്ചാൽ ഈ ജാനകി കാരണമായിരിക്കും ദുർമരണം സംഭവിക്കുക എന്ന് പറയാണ്. ഇത് കേട്ടപാടെ അല്ലെങ്കിൽ എന്നൊക്കെ വീക്ഷിച്ചൊക്കെ ചെയ്യുന്ന ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ ഒന്നും നോക്കിയില്ല. അവൾ കാരണം എനിക്ക് ദുർമരണം എന്താണ് ആവുന്നത്, അപ്പോൾ അവളെ ഇനി വച്ചിക്കാൻ പാടില്ല, അവളെ കൊന്നു കളയണം എന്നുള്ളൊരു തീരുമാനം എടുക്കണം.
പക്ഷെ എന്തായി, ആ സമയത്ത് തന്നെ ഈ തമ്പ്രാന്റെ മകനുണ്ടല്ലോ, അവൻ പോയി പറയാണ് എനിക്ക് അവളെ ഇഷ്ടമാണ്, അവളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എഗെയിൻസ്റ്റ് ചെയ്യാണ്. പക്ഷേ മകനെന്നോലും നോക്കാതെ, ഇല്ല, എൻ്റെ ജീവൻ അപകടമായിരിക്കുന്ന ആ ഒരു പെൺകൊച്ചിനെ ഞാൻ എന്തിനു വാഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ജാനകിയെ കൊല്ലുകയായിരുന്നു. പ്രവചനം വയ്ക്കുമ്പോൾ ഈ അമ്മൂമ്മ തറപ്പിച്ച് പറയാണ്, ഇല്ല, അവള് കാരണം തന്നെയായിരിക്കും നിങ്ങളുടെ മരണം എന്ന് പറയാണ്. ഈ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ വന്ന് അവള് കാരണം എങ്ങനെയാണ് ഞാൻ മരിക്കുക എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പരക്കെ ഒരു സംസാരമായി, ജാനകിയെ ഇയാളുടെ മകൻ ഇഷ്ടമായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ചിലപ്പോൾ ഇയാളെ കൊല്ലാം എന്നുള്ള ഒരു സംസാരം അവിടെ നടന്നപ്പോൾ മകനെന്ന് പോലും നോക്കാതെ അവനെയും ഈ തമ്പ്രാൻ വന്ന് കൊല്ലുകയായിരുന്നു. പക്ഷേ ജാനകി മരിച്ച് മറ-8 അന്ന് വലിയൊരു കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഈ തമ്പ്രാൻ വന്ന് കോവിലിൽ തൊഴാൻ പോയിട്ട് വരുന്ന സമയത്ത് ഈ മഴ കാരണവും ഇത് കാരണവും ഇയാൾക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഇയാൾ അവിടെ തന്നെ സ്ട്രക്കായി നിൽക്കുകയായിരുന്നു. അവിടെ നിൽക്കുകയാണ്, സഹായികളൊക്കെ ഉണ്ട്. പക്ഷെ എവിടുന്നോ ഒരു ഒച്ചയും ചിലങ്കയുടെ ശബ്ദം. അങ്ങനെ ആ തമ്പ്രാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ഈ അറ്റ്മോസ്ഫിയർ മാറാത്തത് കൊണ്ട് അയാൾ തീരുമാനിക്കുകയാണ് വീട്ടിലോട്ട് നടന്നു നീങ്ങാം, നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഇയാൾ നടക്കും തോറും ഭയങ്കരമായിട്ടൊക്കെ ഉള്ള കൊടുങ്കാറ്റും ഇതൊക്കെ പേമാരിയും പോലെയൊക്കെ വന്നിട്ടിരിക്കുകയാണ്. കുറേ ദൂരം കഴിഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇയാളുടെ കൂടെ നിന്ന് സഹായികളൊന്നും കാണുന്നില്ല. എന്നാലും അയാൾ വക വെച്ചില്ല, നീങ്ങായിരുന്നു നടന്ന്. കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആരോ ഇയാളെ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് തോന്നി. ഇയാൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു വലിയ കറുത്ത രൂപം ഇയാളെ പാഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വരെയാണ്. ഇയാൾ അവിടെ നിന്ന് ഓടി 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 ഇയാൾക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ അവശനായി. ഓടിപ്പോയ ഇയാൾ ഒരു കല്ല് തട്ടി താഴെ വീഴുകയായിരുന്നു. ആ സമയത്ത് ആ കറുത്ത രൂപം അദ്ദേഹത്തെ എടുത്ത് പിച്ച് ചീന്തി കൊല്ലുകയായിരുന്നു. അത് വേറെ ആരുടെ പ്രേതമല്ല, ജാനകിയുടെ പ്രേതമാണ്. ജാനകി തമ്പുരാനോട് മാത്രം നിർത്തിയിരുന്നില്ല, ആ കോലത്തുള്ള എല്ലാരെയും വധിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എന്തായെന്ന് വെച്ചാൽ അതോടെ ക്രമസമാധാനം ഒടുങ്ങി എന്ന് നോക്കിയപ്പോൾ ഈ രൂപം, അതായത് ഈ ജാനകിയുടെ ആത്മാവിന്റെ ശക്തി കൂടുകയും പിന്നെ നാട്ടിലുള്ളവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതായത് തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ആർക്കും കിട്ടരുത് എന്നുള്ള ഒരു വാശിയായിരുന്നു. അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ഒരു മന്ത്രവാദിയെ വിളിക്കുകയും പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ജാനകിയുടെ പ്രേതം മാത്രമല്ല അവിടെ ഉള്ളത്, അദ്ദേഹത്തിന്റെ മകന്റെ പ്രേതവും അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറയായിരുന്നു അവര് രണ്ടുപേരും ഒരു നിഷ്കളങ്കമായ ഒരു നല്ല വ്യക്തികളാണ്, ആ വ്യക്തികളെ ഒരാവശ്യമില്ലാതെയാണ് കൊന്നത്, അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് തളയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്ത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാണ് അവർ കുറേ മാസത്തെ യാഗവും പൂജയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സൊല്യൂഷനിലെത്തുകയാണ്. അവർക്ക് വേണ്ടി ഒരു അമ്പലവും പണിത് അവരെ ദൈവതുല്യമാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ആ നാട്ടില് ആ രണ്ട് ആത്മാവിനും വേണ്ടി ആ നാട്ടിൽ ഒരു കോവില് പണിയുകയും അവരെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഉള്ള മിത്ത് എന്താണെന്ന് വെച്ചാൽ ആ കോവിലിൽ പോയി എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും അത് നടക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതുമല്ല, പ്രത്യേകിച്ച് ഈ ലവേഴ്സിനൊക്കെ ഭയങ്കര, അതായത് ലവ് മാരേജ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സ്നേഹം പൂവണിയണം എന്നുള്ളവരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. സോ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ. I should have taken my time, pull you in closer, be kissing you slower, you'll still be mine if I